ഹലോ ഫ്രണ്ട്സ്, ഫോള് അവസാനിച്ച് വിൻ്റർ സ്റ്റാർട്ട് ചെയ്തതോടുകൂടെ കാനഡയിൽ പതിവും മഴയാണ്. കണ്ടില്ലേ, നാട്ടിലെ അതേപോലെ നമുക്കൊരു ഫീലൊക്കെ ചെറുതായി കിട്ടും. കയ്യിൽ കാലിക്കറ്റ് ചിപ്സൊക്കെ പിടിച്ച് ഞങ്ങളൊരു യാത്ര പോവാണ്. ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ 10 മിനിറ്റ് മുന്നെയാണ് ഞാൻ റെഡി ആവുക. പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾക്ക് അവിടെ എത്തുന്നത് ഒരു 10 മിനിറ്റ് മുന്നേ ആയിരിക്കണം. അതാണ് നമ്മുടെ ഈ യാത്രയുടെ സ്പെഷ്യാലിറ്റി. അങ്ങനെ ഈ മഴയത്ത് നമ്മൾ തുള്ളിക്കളിച്ച് പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, പ്രണവ് മോഹൻലാലിൻ്റെ ലേറ്റസ്റ്റ് മൂവി ആയിട്ടുള്ള ഡൈസ് ഇറേ കാണാൻ വേണ്ടിയിട്ടാണ്. കാനഡ വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ കാണാൻ പോകുന്ന മൂവിയാണ് ഇത്. അപ്പോളോ സിനിമാസിലെ മുന്നേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒരു വർക്കിംഗ് ഡേ ആണ് നമ്മൾ പോകാൻ തീരുമാനിച്ചത്. കാരണം സാറ്റർഡേ സൺഡേ വീക്കെൻഡ്സ് ആകുമ്പോൾ ചിലപ്പോൾ തീരെ ടിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു തോട്ടിൽ. പാർക്കിംഗ് തൊട്ട് എല്ലാം വീഡിയോ എടുക്കണം എന്ന് വെച്ചാൽ എനിക്ക് പാർക്കിംഗ് കഴിഞ്ഞ് തിയേറ്ററിൽ എത്തുന്നവരെ നല്ല തണവ് കാരണം കാറ്റും ഒപ്പമുള്ളത് കൊണ്ട് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. ആൻഡ് അപ്പോളോ സിനിമാസിൽ കയറിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചുറ്റും നോക്കുമ്പോൾ മൊത്തം മലയാളികളായിരുന്നു. ആൻഡ് ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ നാട്ടിൽ പോയി സിനിമ കാണുന്ന അതേ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. ആൻഡ് വൈൽ ടോക്കിംഗ് അബൌട്ട് മൂവി, ആ ഒരു ഹൊറർ ത്രില്ലർ എന്ന് പറയുന്ന ആ ജോണറിന് 100% നീതി പുലർത്തിയിട്ടുള്ള ഒരു മൂവിയാണ്. ദാറ്റ് ഈസ് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, ആ ഒരു സൗണ്ട്, കാസ്റ്റിംഗ്, ആക്ടിങ്, ഓരോരുത്തരും വളരെ അടിപൊളിയായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് എന്താ പറയുക, ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ് ഈ ഒരു മൂവി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് നാളെ ഫ്രൈഡേ ആണെന്നും ജോലി ഉണ്ടെന്നും. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തിരിച്ച് വീട്ടിലോട്ട്. താങ്ക് യു.